ഇന്ന് നമുക്കൊരു കല്യാണത്തിന് പോയാലോ? വേറെ ആരുടെയല്ല, ചേട്ടൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിൻ്റെ ഒരു കല്യാണമാണ്. അപ്പം നമ്മുടെ ഡ്രസ് കോഡ് ദേണ്ട ഈ ബ്ലൂ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കല്ലറപ്പള്ളിയുടെ പാരിഷ് ഹാളിൽ വെച്ചാണ് കേട്ടോ കല്യാണം. ഇതാണ് കേട്ടോ കല്ലറപ്പള്ളി. അങ്ങനെ ഞങ്ങൾ ഹാളിൽ വന്നു. നല്ല ആളായിരുന്നു കേട്ടോ. ഇതെല്ലാം നമ്മുടെ കൂട്ടുകാരാണ്. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുക. പാവത്തിന് ഉറക്കം വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ സക്സസ്ഫുള്ളി കല്യാണം കഴിഞ്ഞു. അപ്പൂസ് നോക്കിയപ്പോൾ ജനലിൽ കൂടെയൊക്കെ വലിഞ്ഞു കയറി നടക്കുമായിരുന്നു. കുഞ്ഞാറ്റയും ഭയങ്കര ഹാപ്പിയായിരുന്നു. ഓടി തട്ടി വീഴാതിരിക്കാനായിട്ട് കുഞ്ഞിൻ്റെ ഉടുപ്പൊന്ന് കുത്തി കൊടുക്കുവാണ്. ഈ നിൽക്കുന്നത് ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ കുഞ്ഞാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ചെക്കൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അവർക്കൊരു മുട്ടൻ പണിയുണ്ടായിരുന്നു. നമ്മൾ ആ വഴിയിൽ നിന്ന് തന്നെ ആ ബുള്ളറ്റ് തള്ളിക്കൊണ്ട് പോവുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഇതാണ് കേട്ടോ ചെറുക്കൻ്റെ വീട്. കല്യാണം കഴിക്കുന്നവർക്ക് എല്ലാവർക്കും ഇതുപോലത്തെ ടാസ്ക് കൊടുക്കുമെന്നാണ് തോന്നുന്നത്. കാരണം ഞങ്ങളുടെ കല്യാണത്തിനും ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ചെറുക്കനെ പെണ്ണിനെ ആരതി ഒഴിഞ്ഞ് നിലവിളക്ക് കൊടുത്ത് അകത്തേക്ക് കയറ്റുവാണ്. എല്ലാ പെൺകുട്ടികളും ഒരുപാട് സ്വപ്നം കണ്ടുകൊണ്ടായിരിക്കാം ഒരു പുതിയ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. ജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് പോകണം എന്നായിരിക്കും ഏതൊരു പെൺകുട്ടിയുടെയും മനസ്സിലുണ്ടാകുന്നത്. ഓരോ പെൺകുട്ടികളുടെയും രക്ഷിതാക്കൾ എത്രയോ പ്രതീക്ഷയോടെയും എത്രയോ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരു വീട്ടിലേക്ക് ഒരു കുട്ടിയെ പറഞ്ഞു വിടുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവുകയും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റണേ എന്നാണ് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചത്. ഇവർക്ക് രണ്ടുപേർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. അങ്ങനെ നിലവിളക്ക് കൊടുത്ത് പെണ്ണിനെ അകത്തേക്ക് കയറ്റി കേട്ടോ. ഇനി ഇവർ ഇവിടെ ഇരുന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്കിട്ട് അടുത്ത പണി എന്ത് കൊടുക്കാം എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ആലോചനയ്ക്ക് ശേഷം എല്ലാവരും കൂടി ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് മധുരം കൊടുക്കുന്ന ചടങ്ങുകളാണ് കേട്ടോ നടക്കുന്നത് ഇവിടെ. അങ്ങനെ മധുരം കൊടുപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ കല്യാണത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ക്യാമറക്കാരെ തട്ടിയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റത്തില്ലാത്ത പോലെയാണ്. കാരണം ഇവർ ഫ്രണ്ടിൽ വന്ന് മറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കാണാനായിട്ട് പറ്റത്തില്ല. ഈവൻ കെട്ടുപോലും ശരിക്കും കാണാനായിട്ട് പറ്റില്ല. അങ്ങനെ മധുരം കൊടുപ്പ് എല്ലാം കഴിഞ്ഞു. അങ്ങനെ പെണ്ണിന് കൊടുത്ത അടുത്ത പണി എന്ന് പറയുന്നത് തേങ്ങ അരയ്ക്കുക എന്നുള്ളതാണ്. നമ്മുടെ അമ്മിയിൽ വെച്ചിട്ട്. സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ പാവം തോന്നി. കാരണം നമ്മുടെ തലേദിവസം മൈലാഞ്ചിടിയിൽ, പിറ്റേ ദിവസം കല്യാണം, രാവിലെ മേക്കപ്പ് ചെയ്യാൻ പോയി, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലത്തെ പരിപാടി കൂടി ആകുമ്പം പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി കിടന്ന് ഒച്ച വെച്ച് നല്ല രസമായിരുന്നു. അങ്ങനെ പെണ്ണ് അമ്മിയിൽ അരയ്ക്കാൻ പോവുകയാണ്. അങ്ങനെ എല്ലാവരുടെയും നിർബന്ധപ്രകാരം പെണ്ണ് അമ്മിയിൽ തേങ്ങ അരയ്ക്കുകയാണ്. അങ്ങോട്ട് അരക്കേ കല്ലെ പിടിച്ച് അരക്കാൻ അറിയാന്ന് പറയട്ടെ. അടിപൊളി അടിപൊളി. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ നടന്ന എന്തൊക്കെയോ തമാശയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നടന്നു വരുവാണ്. ഇനി ഇവരുടെ റിസപ്ഷൻ ഉണ്ട്. അത് നമ്മുടെ കൈപ്പുഴ പള്ളിയുടെ പാരിഷ് ഹാളിൽ വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ. ഓക്കെ, ബൈ.